ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ മാസ്ട്രോ ആണ് വണ്ടി, പഴയ മോഡൽ മാസ്ട്രോ. അത് ബെൽറ്റ് പൊട്ടിയിട്ട് ആണ് വന്നത്. ബെൽറ്റ് പൊട്ടിയിട്ട് വണ്ടി റേസ് ആവുന്നുണ്ടായുള്ളൂ, വണ്ടി മൂവിങ് ഉണ്ടായില്ല. അപ്പോൾ നമ്മളത് ബെൽറ്റ് മാറ്റാൻ വേണ്ടി വന്നപ്പോൾ കൂട്ടത്തിൽ ബ്രേക്കിൻ്റെ കേസ് അത്യാവശ്യം ഭാഗങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അതും പ്രകാരം നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് വണ്ടിക്ക് ബ്രേക്കില്ല, തീരെ ബ്രേക്ക് കുറവ്. ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടി, ഫ്രണ്ടും ബാക്കും ബ്രേക്ക് തീരില്ല. പിന്നെ ഓയിൽ ലെവലൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിലൊന്നും വളരെ ലെവൽ കുറവാണ്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തായാലും 1-2 ഡാമേജുകളും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞുതരാം. നമുക്ക് ശരിക്കും കംപ്ലയിൻ്റ് ആയിരുന്നത് ബെൽറ്റ് ഓൾറെഡി പൊട്ടിപ്പോയേക്കാം, മൊത്തം ബെൽറ്റ് പൊട്ടി ഇതേപോലെ പൊടിഞ്ഞു പോകുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ബെൽറ്റ് നമുക്ക് എന്തെങ്കിലും മാറണം. അതേപോലെ തന്നെ അതിൻ്റെ ക്ലച്ച് ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഫേസ് കംപ്ലീറ്റ് മൂവബിൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അലുമിനിയം വേലിയേറ്റർ ബോഡി എന്നും പറയും, അത് അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബെൽറ്റിൻ്റെ ലൈഫ് കുറയും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ വന്ന ക്ലച്ച് പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റാണത്. അത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ പിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്ന് മാറ്റി അതിൻ്റെ ഓയിൽ സീലും ഓറിങ്ങൊക്കെ മാറ്റിയിട്ട് നമ്മളത് റീസെറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇതെൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണ്. അതിന് നിലവിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ പിന്നൊക്കെ ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു, അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അതാണ്. അത്യാവശ്യം ഒരു സാധാരണ രീതിയിൽ CVT ക്ലച്ചാണ് നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് വേണ്ടത്. CVT ക്ലച്ചാണ് സാധാരണ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടി വരാറ്. ഇത് ഇടയ്ക്ക് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് ഒക്കെ നടത്തി പോകേണ്ട ഒരു പാർട്ടാണത്. ശരിക്കും പറഞ്ഞാൽ എഞ്ചിനിലെ ഓയിലാണ് വർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓയിൽ സെപ്പറേറ്റ് വന്നില്ല, ലൂബ്രിക്കേഷൻ വന്നത് ഗ്രീസിങ് ആണ് ചെയ്യേണ്ടത്. അത് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അതൊന്നും ചെയ്യലില്ല, അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് അത് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യും, ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തിയിട്ട് റീസിനെ ഇടണം. അതേപോലെ തന്നെ ബാക്കിലെ ബ്രേക്ക് ലൈനർ, ഇതുമ്പോൾ കമ്പനി ലൈനറൊന്നും അല്ല, ഒരു കുറഞ്ഞ ലൈനർ കിടന്നായിരുന്നേ തന്നെയല്ല, അത് മാക്സിമം ഉപയോഗിച്ചും തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ചോക്കിൻ്റെ കേബിളൊക്കെ ഇത് ഓൾറെഡി പൊട്ടിയ കിടക്കണേ, അത് ഉപയോഗിക്കലില്ല, അതുകൊണ്ട് തന്നെ പൊട്ടി കിടക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് റെഡിയാക്കി ഇടാമെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നാൽ നമുക്ക് ചോക്ക് ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ചോക്ക് വർക്കിംഗ് അല്ലെങ്കിൽ നമുക്കതൊരു പോരായ്മയായിട്ട് വരും. അതുകൊണ്ട് കൂട്ടത്തിൽ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം. അത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ബുഷുകളൊക്കെ ഫുള്ള് പോയി കിടക്കുക. ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റുമ്പോൾ 2 സെറ്റായിട്ട് മാറ്റണം. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ കുഷൻ അസംബ്ലിയുടെ ബുഷുകളൊക്കെ അതിൻ്റെ ചാടിപ്പോരാണ്, അത്രയ്ക്കും തേമാനാണ് അത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വിടാം. പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ 3 പോയി കിടക്കാം. ഫ്രണ്ടിലേക്ക് തന്നെ 2 കേബിളും പോയിട്ടുണ്ട്, ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിളും നമ്മൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ കുറവുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ കളറും ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഓയിൽ മാറ്റണുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ഒന്ന് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബ്രേക്ക് ലൈനർ മാറുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ബ്രേക്കിൻ്റെ കേബിളുകൾ, ഇവിടെ വന്ന ബുഷ് സെറ്റ്, ക്ലച്ചിൽ വന്ന ബെൽറ്റ്, അതിനോടനുബന്ധിച്ച് വന്ന ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മാറ്റുന്ന ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്കതിനകത്ത് ബ്രേക്ക് ലൈനർ വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് ലൈനർ ഒരെണ്ണം വരുമ്പോൾ 271 രൂപ തന്നെ കമ്പനി ലൈനർ നമുക്ക് വരാം. അതേപോലത്തെ നമുക്ക് 2 എണ്ണമാണ് വേണ്ടത്. അത് ഫ്രണ്ടും ബാക്കും നമുക്ക് ലൈനർ തീർന്നെടുക്കണം. അപ്പോൾ 2 ബ്രേക്ക് ലൈനർ നമ്മൾ മാറ്റിയിടുന്നുണ്ട്. ഇതാണ് ചോക്കിൻ്റെ കേബിൾ എന്ന് പറഞ്ഞാൽ ചോക്ക് കേബിൾ മാറ്റിയിടുന്നുണ്ട്. ചോക്ക് കേബിൾ 120 രൂപ നമുക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക് കേബിളുകൾ 3 വരെ. ഇത് നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് കേബിൾ 275 രൂപ ബാക്കിലത്തെ ബ്രേക്ക് കേബിളിന് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്ക് കേബിളിനായാലും 215 രൂപ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇത് ക്ലച്ചിൽ വന്ന പീസ് സ്ലൈഡ്, അതേപോലെ ബെൽറ്റിനൊക്കെ നമുക്ക് 456 വരണം കേട്ടോ. പിന്നെ ഈ ഒരു വീലാണ് നമുക്ക് മാറ്റേണ്ടി വന്നത്, അലുമിനിയം വീല്. അതിനും ഏകദേശം ഒരു 400 അടുത്ത് 370 400 റേഞ്ച് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബുഷ് സെറ്റുകൾ, വീലിൻ്റെ ബുഷുകൾ, വീൽ ബെയറിങ്, അതിനോട് ഇതേപോലത്തെ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ട് ഇതിനകത്ത്, ബുഷ് കോളർ സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇതടക്കം വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് കണ്ടിരിക്കാം എന്നതൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻസുകൾ, ഇന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ക്ലിയർ ചെയ്യണമെന്നുള്ളത്. വേറെ അഡീഷണൽ ആയിട്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും ചെയ്യില്ല. ആ കൂടി നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം, ബ്രേക്ക് റെഡിയാക്കുന്നുണ്ട്, എഞ്ചിൻ ഓയിൽ, ചോക്കിൻ്റെ കേബിൾ, ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്നത് കേട്ടോ. എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് ഡാമേജ് ഉള്ളത് കൊണ്ടാണ് കോസ്റ്റ്ലി ഇത്ര എമൗണ്ട് വരാം. കാരണം പാർട്സുകളുടെ റേറ്റാണ് ഭൂരിഭാഗം വരാം. അപ്പോൾ ഞാൻ അതിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റും അതേപോലെ തന്നെ ഈ വീഡിയോ റിപ്പോർട്ടടക്കം വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ജസ്റ്റ് നോക്കാം, കണ്ടിരിക്കുക. അതേപോലെ തന്നെ റെഗുലറായിട്ടുള്ള സർവീസ് നമുക്ക് പീരിയോഡിക് സർവീസ് എന്ന് പറയും. അത് ശരിക്കും 4 മാസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. അതങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ ഇതേപോലെ ചെറിയ കംപ്ലയിൻറ്റുകൾ വന്നാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുകയും നമ്മളത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യും. അത് കറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ. ഇത്രയും മേജറായിട്ടുള്ള കംപ്ലയിൻറ്റിലേക്കൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഞാനൊരു ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ.